നമ്മൾ കണ്ടതാണ് പിണറായി സർക്കാരിൻ്റെ ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉയർന്നതാണ് ബന്ധു നിയമന വിവാദം. മന്ത്രിമാർ തങ്ങളുടെ പേഴ്സണൽ സ്റ്റാഫിലേക്കും ഒപ്പം തന്നെ സർക്കാരിൻ്റെ അനുബന്ധ പല സ്ഥാപനങ്ങളിലേക്കും ബന്ധുക്കളെ തിരികെ കയറ്റാൻ ശ്രമിക്കുന്നു എന്നതായിരുന്നു അന്നത്തെ ആരോപണം. ഏറ്റവും ഒടുവിൽ ആ വിവാദത്തിനൊടുവിൽ ഒരുപക്ഷെ മന്ത്രിസഭയിലെ രണ്ടാമനെന്ന് കരുതപ്പെട്ടിരുന്ന EP ജയരാജനെന്ന് രാജിവെച്ചൊഴിയേണ്ടി വരുന്നു. അന്നത് കടുത്ത വിവാദങ്ങളുണ്ടായി. പ്രതിപക്ഷം ഒന്നടങ്കം അന്നത്തെ UDF അടക്കം അതിശക്തമായ നീക്കങ്ങൾ നടത്തിയതാണ്. ഒടുവിൽ 10 വർഷത്തിനിപ്പുറം വീണ്ടും മറ്റൊരു UDF മന്ത്രിസഭയുണ്ടാകുമ്പോൾ സംഭവിക്കുന്നതും സമാനമായ നീക്കങ്ങളാണ്. ഇവിടെയും ബന്ധുക്കൾക്കും അടുപ്പക്കാർക്കുമൊക്കെ നിയമനങ്ങൾ നൽകുക, സർക്കാരിൻ്റെ അടിസ്ഥാന സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നതാണ് നീക്കം. ആദ്യമുണ്ടായത് നമ്മൾ കണ്ടതാണ്. KPCC അധ്യക്ഷനും ഒപ്പം മന്ത്രിസഭാംഗവുമായ സണ്ണി ജോസഫിൻ്റെ അടുത്ത ബന്ധുവിനെ അദ്ദേഹം സ്റ്റാഫിൽ ഉൾപ്പെടുത്താൻ നീക്കം നടത്തുന്നു. ഒടുവിൽ അത് രാജിവെച്ചു പോകുന്നു, കണ്ടതാണ്. ഇതിനിടയിൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ രാജിവെച്ചു പോകുന്നു. മറ്റു പലർക്കും ആ രീതിയിലുള്ള ഇടപെടലുകളും താല്പര്യങ്ങളിലും നടക്കുന്നു എന്നതാണ്. അതിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തയാണ് കോൺഗ്രസിലെ പുതിയ ബന്ധു നിയമന വിവാദ വാർത്തകൾ. ഭാര്യയുടെ ബിസിനസ് പങ്കാളിക്ക് വേണ്ടി T സിദ്ദിഖ്, കൃഷി വകുപ്പ് മന്ത്രി കൂടിയായ T സിദ്ദിഖാണ് രംഗത്ത് വരുന്നത്. പ്രണവ് ഹരി എന്ന വ്യക്തിയെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാക്കാനായിരുന്നു മന്ത്രിയുടെ ശുപാർശ. പ്രണവ് മന്ത്രിയുടെ ഭാര്യയുടെ ബിസിനസ് പങ്കാളി കൂടിയാണ് എന്ന പ്രത്യേകതയുണ്ട്. കടുത്ത പ്രതിഷേധം ഇത് സംബന്ധിച്ച് വയനാട്ടിലെ കോൺഗ്രസിൽ നിന്നും ഉയർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതിയുടെ പ്രളയമാണ് ഉണ്ടാവുന്നത്. കൽപ്പറ്റയിലെ യുവ നേതാക്കളുടെയും പരാതി കത്തിലൂടെയും നേരിൽ കണ്ടും ഈ വിഷയത്തിൽ VD സതീശൻ മുഖ്യമന്ത്രിക്ക് മുന്നിൽ വലിയ പരാതികൾ എത്തുകയാണ്. ഇതോടുകൂടി ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുന്നില്ല VD സതീശൻ എന്നാണ് നിലവിലെ സാഹചര്യം. വലിയ വിവാദത്തിൽപ്പെടുകയാണ്. T സിദ്ദിഖിനെ സംബന്ധിച്ച് വലിയ കുരുക്കാവുന്ന ഒരു വിവാദ വിഷയം കൂടിയാണ് ഉയരുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത ഓഫീസിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് തന്നെ വലിയ ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും BV അരുണാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. BV അരുൺ തന്നെ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, വളരെ പ്രധാനപ്പെട്ട ആരോപണമാണ് ഇത്. T സിദ്ദിഖിൻ്റെക്ക് വരുന്നതിനും അപ്പുറം തന്നെ നേരത്തെയും പല ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട്. ആദ്യം എന്താണ് ഈ ആക്ഷേപത്തിൻ്റെ കഴമ്പെന്താണ്? ഇത് സംബന്ധിച്ച് വലിയ സമ്മർദ്ദം സർക്കാരിന് മുന്നിൽ ഉണ്ടാവുന്നുണ്ടോ? മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ തീരുമാനം ഉടൻ എടുക്കുമോ? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? സർക്കാർ അധികാരത്തിലെത്തി ഏതാണ്ട് 50 ദിവസം പിന്നിട്ടിട്ടും കോൺഗ്രസിൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനം പൂർത്തിയായിട്ടില്ല. അതേ തന്നെ ചില മന്ത്രിമാർക്ക് പ്രൈവറ്റ് സെക്രട്ടറി പോലും ആയിട്ടില്ലാത്ത അവസ്ഥയുണ്ട്. ഇവിടെ T സിദ്ദിഖ് അദ്ദേഹത്തിന്റെ പ്രശ്നം, അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫുമായി ബന്ധപ്പെട്ട ഒരു ശുപാർശ, മന്ത്രിയുടെ ശുപാർശ മുഖ്യമന്ത്രി തടഞ്ഞു വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം പാർട്ടിയിൽ നിന്ന് ഉയർന്ന പരാതികളാണ്. സിദ്ദിഖ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, വളരെ പ്രധാനപ്പെട്ട പോസ്റ്റാണ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി. ഉയർന്ന പോസ്റ്റാണ്, ഉയർന്ന ശമ്പളമുള്ള ഉയർന്ന പോസ്റ്റാണ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി. അവിടേക്ക് അദ്ദേഹം നൽകിയ പേര് പ്രണവ് ഹരി എന്ന ആളുടേതാണ്. ഇയാൾ നേരിട്ട് കോൺഗ്രസുമായി ബന്ധമുള്ള ആളല്ല, പക്ഷേ അയാൾക്ക് കോൺഗ്രസ് ബന്ധമുള്ളതെന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമുള്ളത് അദ്ദേഹം ഈ പ്രണവ് ഹരി മന്ത്രി T സിദ്ദിഖിന്റെ ഭാര്യയുടെ ബിസിനസ് പങ്കാളിയാണ്. അതായത് അവരുടെ വൈസ്വോൾ ഫെസിലിറ്റി മാനേജ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയിൽ ഷറഫുന്നീസ വളപ്പിൽ തുടങ്ങി ആ ബിസിനസ് പാർട്ണർമാരിൽ പ്രധാനപ്പെട്ടയാളാണ് പ്രണവ് ചൂഴിക്കാട്ട് ഹരി. അതായത് മന്ത്രിയുടെ ഭാര്യയുടെ ബിസിനസ് പാർട്ണർമാർ, മറ്റെല്ലാം അവരുടെ ബന്ധുക്കളാണ്. മന്ത്രിയുടെ ഭാര്യ സഹോദരൻ അടക്കം ഈ കമ്പനിയുടെ പാർട്ണർമാരാണ്. അവരുടെ ഒരു സ്വകാര്യ ബിസിനസ്സാണ്. പക്ഷേ ആ കമ്പനിയിൽ ഡയറക്ടറായ അവരുടെ ബിസിനസ് പങ്കാളിയായ പ്രണവ് മന്ത്രിയുടെ സ്റ്റാഫിലേക്കും വരാൻ ശ്രമം നടക്കുന്നു. അത് മന്ത്രി തന്നെ ശുപാർശ ചെയ്യുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അതിലും അസ്വാഭാവികതയില്ല. പക്ഷേ അതിനെതിരെ കോൺഗ്രസിൽ വലിയ വിമർശനമുണ്ട്. അവിടെയാണ് പ്രശ്നം. കോൺഗ്രസുകാരനല്ലാത്ത, അല്ലെങ്കിൽ കോൺഗ്രസിനുമായി അത്തരത്തിൽ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കാത്ത, കോൺഗ്രസിന് വേണ്ടി സംഘടനാപരമായി ഒന്നും ചെയ്യാത്ത ഒരാളെ കൂടി പേഴ്സണൽ സ്റ്റാഫിൽ, അതും ഭാര്യയുടെ ബിസിനസ് പങ്കാളി എന്ന ഒറ്റ ലേബലിൽ തിരികെ കയറ്റാൻ മന്ത്രി ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സ്വജനപക്ഷപാത ആരോപണവും ബന്ധു നിയമനം എന്ന ആരോപണത്തിന്റെ പരിധിയിലുമൊക്കെ ഇത് വരാൻ കാരണം. നമുക്കറിയാം, KPCC അധ്യക്ഷൻ കൂടിയായ മന്ത്രിയുടെ അളിയനെ പേഴ്സണൽ സ്റ്റാഫിൽ, അദ്ദേഹം കോൺഗ്രസിന്റെ ജില്ലാ നേതാവ് കൂടിയാണ്. എന്നിട്ട് പോലും വലിയ വിവാദമായി മാറിയിരുന്നു കോൺഗ്രസിൽ. ഒടുവിൽ അദ്ദേഹത്തിന് രാജിവെച്ച് ഒഴിയേണ്ടി വന്നു. അവിടെയാണ് അങ്ങനെ കോൺഗ്രസ് ഭാരവാഹിത്വമൊന്നുമില്ലാത്ത, കോൺഗ്രസുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരു ബിസിനസ് പങ്കാളിയെ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ വളരെ പ്രധാനപ്പെട്ട ഉയർന്ന ശമ്പളത്തോടു കൂടിയ ഉയർന്ന തസ്തികയിൽ നിയമിക്കാനുള്ള ശ്രമം നടക്കുന്നത്. കോൺഗ്രസിന്റെ കൽപ്പറ്റയിലെ, വയനാട്ടിലെ പ്രാദേശിക നേതാക്കൾ അടക്കമുള്ളവർ, നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട യുവ നേതാക്കൾ അടക്കമുള്ളവരുണ്ട്. മറ്റു ചിലർ പരാതിയുമായി 7-8 പരാതി ഇതിനകം മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ ഓഫീസിന് ലഭിച്ചിട്ടുണ്ട്. ആ ഫയൽ അദ്ദേഹം പിടിച്ചു വച്ചിരിക്കുകയാണ്. നിയമന അനുമതി നൽകാതെ മുഖ്യമന്ത്രി ഫയൽ തടഞ്ഞു വച്ചിരിക്കുകയാണ്. കാരണം പാർട്ടിയിൽ നിരന്തരം ഉയരുന്ന ഈ പരാതികൾ തന്നെയാണ്
ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി അനൌദ്യോഗികമായൊക്കെ പാർട്ടി നേതാക്കളോടൊക്കെ അന്വേഷണം നടത്തിയിട്ടുണ്ട് എന്നുകൂടി നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. ഏതായാലും കോൺഗ്രസിൽ കാര്യങ്ങൾ മന്ത്രിമാരുടെ ഓഫീസിൽ അത്ര ശരിയല്ല. ഇപ്പോൾ നിയമനങ്ങൾ തുടർച്ചയായി നിയമന പ്രശ്നമുണ്ടാകുന്നു. നേരത്തെ കെ മുരളീധരന്റെ 2 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ, ഒരാൾ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ്, മറ്റൊരാൾ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയാണ്. പ്രധാനപ്പെട്ട പോസ്റ്റിൽ 2 ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ഈ ചുമതലയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒഴിഞ്ഞു പോയിരുന്നു. അതും സമാനമായ പ്രശ്നങ്ങളാണ്. മന്ത്രിയുടെ ഓഫീസിലെ ചിലരുടെ ഇടപെടലിൽ ഉള്ള അതൃപ്തിയാണ് അവർ പോയത്. ഇവിടെയും സമാനമായ പ്രശ്നങ്ങൾ ടി സിദ്ദിഖിന്റെ ഓഫീസിലും ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട പദവിയിലേക്ക് ഭാര്യയുടെ ബിസിനസ് പങ്കാളിയെ നിയമിക്കാൻ മന്ത്രി നടന്ന ശ്രമവും അതിന് മുഖ്യമന്ത്രിയുടെ തടയിടലും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർട്ടിയിൽ നിന്ന് അതിശക്തമായ എതിർപ്പ്, പരാതി ഈ വിഷയത്തിലുണ്ട്. അരുൺ, ഈ പേഴ്സണൽ സ്റ്റാഫിന്റെ നിയമനം സംബന്ധിച്ച് സാധാരണ പുലർത്തിപ്പോകുന്ന ഒരു മാനദണ്ഡമുണ്ടല്ലോ. ഒന്ന്, കോൺഗ്രസ് ഏത് ഭരിക്കുന്ന പാർട്ടിയോ അവരോട് അനുബന്ധമായി നിൽക്കുന്ന കുറേ ആളുകൾക്കുണ്ട് നിയമനം നൽകുന്നു. പൊളിറ്റിക്കൽ പോസ്റ്റിങ്ങിനപ്പുറം സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു വിഭാഗം ആളുകളെയും പ്രവർത്തന പരിചയമുള്ള ആളുകളെയും ഈ സ്റ്റാഫിൻ്റെ ലിസ്റ്റിൽ പെടുത്താറുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്നത് കോൺഗ്രസുമായി നേരിട്ട് ഒരു ബന്ധവുമില്ലാത്ത വ്യക്തിയെ ഈ തരത്തിൽ പ്രത്യേക താല്പര്യമെടുത്ത് മന്ത്രിയുടെ വ്യക്തിപരമായ താല്പര്യം മാത്രം പരിഗണിച്ചുകൊണ്ട് നിയമിക്കാൻ ശ്രമം നടക്കുന്നു. ഇതാണോ ഈ വിവാദത്തിന്റെ അടിസ്ഥാനം? തീർച്ചയായിട്ടും അതുതന്നെയാണ്. കാരണം അവിടെ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകർ, കോൺഗ്രസ് വലിയ സ്വാധീനമുള്ള ഒരു ജില്ലയാണല്ലോ വയനാട്, സ്വാഭാവികം. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കോൺഗ്രസിന്റെ നിരവധി പ്രവർത്തകരുണ്ട്. 10 വർഷക്കാലം സമരങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരുണ്ട്, യുവജന സംഘടനാ പ്രവർത്തകരുണ്ട്, പ്രാദേശിക കോൺഗ്രസിലെ നേതാക്കളുണ്ട്. അവരെയൊക്കെ സ്വാഭാവികമായും അങ്ങനെ പേഴ്സണൽ സ്റ്റാഫ് നിയമനമൊക്കെ വരുമ്പോൾ ഒന്നുകിൽ എക്സ്പെർട്ടുകളെ നിയമിക്കണം, അല്ലെങ്കിൽ അത് സ്വാഭാവികം സർക്കാർ ജീവനക്കാരാണ് എക്സ്പെർട്ടുകളായി വരിക, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ തന്നെയാണ് നിയമിക്കാറുള്ളത്. അത് അവരുടെ യോഗ്യതയൊക്കെ പരിഗണിച്ച് അവർക്ക് ഒരു പദവി നൽകുകയും ചെയ്യും. ഇത്തവണ പക്ഷേ സംഭവിക്കുന്നത് അങ്ങനെയല്ല. അതിനു പകരം ഇത്തരത്തിൽ കുടുംബാംഗങ്ങളെ തിരികെ കയറ്റാൻ വലിയ ശ്രമം കോൺഗ്രസിന്റെ പല മന്ത്രിമാർ, ഇനിയും പുറത്തുവരാൻ ചില വിവരങ്ങൾ കൂടി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല മന്ത്രിമാരും അവരുടെ അടുത്ത ബന്ധുക്കളെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് കൊണ്ടുവരുന്നു, ഇങ്ങനെ ബിസിനസ് പങ്കാളികളെ കൊണ്ടുവരുന്നു. അതാണ് ഏറ്റവും വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, മറ്റൊരു മന്ത്രി കഴിഞ്ഞ തവണ CPM-ന്റെ വി ശിവൻകുട്ടിയുടെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ഒരാളെ ഇത്തവണ ഒരു ഘടകകക്ഷി മന്ത്രി അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് ഉൾപ്പെടുത്തിയ വിവരവും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ്. അതൊക്കെ സൂചിപ്പിക്കുന്നത് ഇത് കേവലം കമ്മിറ്റ്മെന്റുകളുടെ ഭാഗമായി മാത്രമല്ല, മറ്റു ചില സാമ്പത്തിക ഇടപാടുകൾ കൂടി ഉണ്ടോ ഇതിലെന്ന ആരോപണങ്ങളൊക്കെ പല തലങ്ങളിൽ നിന്ന് ഇവിടെ ഭാര്യയുടെ ബിസിനസ് പങ്കാളി എന്ന ഒറ്റ ലേബലാണ്. ശരി, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.